കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യൻ ഫിറ്റ്നസ് ഇൻഡസ്ട്രി നിങ്ങളോട് കള്ളം പറയുകയായിരുന്നു. അവർ നിങ്ങളെ വിശ്വസിപ്പിച്ചത് നിങ്ങൾ ജിമ്മിൽ പോയി വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെന്റ്സിന്റെ ആവശ്യം ഇല്ലാന്നാണ്. ഇത് ബയോളജിക്കലി തെറ്റാണ്. നിങ്ങളുടെ വയസ്സ് 30ന് മുകളിലേക്കാണ്. നിങ്ങൾക്ക് അധിക സമയവും ക്ഷീണമാണ്. നിങ്ങളുടെ മസിൽ കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു. നിങ്ങൾക്ക് മുടി കൊഴിച്ചൽ തുടങ്ങുന്നു. നിങ്ങൾക്ക് ബോഡി പെയിനും ജോയിന്റ് പെയിനും ഇതിൻ്റെ കൂടെ തുടങ്ങുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്യാനുള്ള ഒരു സപ്ലിമെൻ്റ് മാത്രമല്ല, നിങ്ങൾക്കത് അത്യാവശ്യമാണ്. ഈ വീഡിയോയിൽ നമ്മളുടെ ഡയറ്റിൻ്റെ വലിയൊരു പോരായ്മയും അധികം ആൾക്കാരും പ്രോട്ടീനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യത്തിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കാമെന്നും ഈ വീഡിയോയിൽ തന്നെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന എൻ്റെ ഒരു ടിപ്പിക്കൽ പേഷ്യൻറ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. നമുക്ക് ആ പേഷ്യൻറ്റിനെ ജോൺ എന്ന് വിളിക്കാം. ജോണിന് 45 വയസ്സാണ്. കോളിൻ്റെ ഇടയിൽ ജോൺ പറയുന്ന വിഷയം ഇതാണ്: ഡോക്ടർ, എൻ്റെ ഡയറ്റ് പെർഫെക്റ്റ് ആണ്. എനിക്ക് പ്രോട്ടീൻ്റെ കുറവൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും 2 മുട്ട കഴിക്കാറുണ്ട്. പോരാത്തതിന് കിടക്കാൻ നേരത്ത് ഞാൻ ഒരു ഗ്ലാസ് പാലും കുടിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഡയറ്റിൽ പ്രോട്ടീന് കുറവൊന്നുമില്ല. ഇതിനുശേഷം ഞാൻ ജോണിൻ്റെ അടുത്ത് പറയുന്നത്, ഓരോ ദിവസവും ജോണിൻ്റെ മസിലിനും ജോയിൻറ്റിനും അത്യാവശ്യം വേണ്ട പ്രോട്ടീൻ കിട്ടണമെങ്കിൽ 2 മുട്ട കഴിച്ചാൽ പോരാ, 6 എണ്ണം കഴിക്കണം. 1 ഗ്ലാസ് പാല് കുടിച്ചാൽ പോരാ, 5 ഗ്ലാസ് പാല് കുടിക്കേണ്ടി വരും. നമ്മളുടെ നാട്ടിൽ പ്രോട്ടീൻ മാത്രമേ അധികം ആൾക്കാരും കഴിക്കുന്നത് കൂടുതലാണെന്ന് തോന്നാറുള്ളൂ. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല. അധികം ആൾക്കാർക്കും പ്രോട്ടീൻ കിട്ടുന്നത് വളരെ കുറവ് മാത്രമാണ്. നേരെ തിരിച്ച് അധികം ആൾക്കാരും വിചാരിക്കുന്നത് അവർക്ക് കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ. ചോറ് 2 കോരി മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ്സ് കുറവായിരിക്കുന്നതായിരിക്കും. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ആയിരിക്കില്ല. കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിനേക്കാളും 2ഓ 3ഓ മടങ്ങ് അവർ കൂടുതൽ ഓരോ ദിവസവും കഴിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രോട്ടീൻ കൃത്യമായിട്ടും കിട്ടാത്തതുകൊണ്ടും പ്രായം കൂടുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ അധികം ആൾക്കാർക്കും അനുഭവപ്പെടാറുണ്ട്. ഒന്നിക്കൽ ജോയിന്റ് പെയിൻ, അല്ലെങ്കിൽ ബോഡി പെയിൻ, അല്ലെങ്കിൽ മുടി കൊഴിച്ചൽ, അല്ലെങ്കിൽ ക്ഷീണം. ഇതും അല്ലെങ്കിൽ എത്ര എക്സസൈസ് ചെയ്തിട്ടും മസിൽ കൂടാത്തൊരവസ്ഥ. മസിൽ കുറഞ്ഞു പോകുന്നുണ്ടോയെന്ന് പോലും സംശയം തോന്നിക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് സാർക്കോപീനിയ എന്ന് മെഡിക്കൽ ടെർമിനോളജിയിൽ സൂചിപ്പിക്കുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മളുടെ നാട്ടിലത്തെ ഡയറ്റിൽ സാർക്കോപീനിയ ഓരോരുത്തർക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അങ്ങനെ ജോണിനെ പോലെയുള്ള പലരും ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നേരെ വേ പ്രോട്ടീൻ പൗഡർ കഴിക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ജോണിനെ പോലെയുള്ള പലരും ആദ്യം ചെയ്യുന്നത് ഓൺലൈനിൽ പോയി ഏറ്റവും കാണാൻ വൃത്തിയുള്ള, ഏറ്റവും ഭംഗി കൂടിയിട്ടുള്ള വേ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കും. ഏത് വേ പ്രോട്ടീനാണോ ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത് അത് അവർ വാങ്ങിക്കും. പക്ഷേ നമ്മളുടെ കൊമേഴ്ഷ്യൽ സപ്ലിമെൻറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് മറ്റൊരു വലിയ കെണിയാണ്. അധിക വേ പ്രോട്ടീനും പ്ലാന്റ് പ്രോട്ടീനും ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സ് ചെയ്യുന്നത് അമിനോ സ്പൈക്കിംഗ് ആണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന പണത്തിന് പ്രോട്ടീൻ കിട്ടുന്നത് കൃത്രിമമായി ആ പ്രോട്ടീൻ്റെ നമ്പർ കൂട്ടുന്ന ഒരു ടെക്നിക്കാണ് അമിനോ സ്പൈക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ പ്രോട്ടീൻ പൗഡറിൻ്റെ ടബിലും പ്രോട്ടീന് പകരം കാർബോഹൈഡ്രേറ്റ്സ് ഫില്ല് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള പ്രിസർവേറ്റീവ്സും ഷുഗറും ആഡ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണിത്. നമ്മൾ പണം ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ റിട്ടേൺ നമുക്ക് കിട്ടുന്നില്ല. ജോണിനെ പോലെ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഏതാണ് മികച്ച പ്രോട്ടീൻ പൗഡർ എന്ന്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള റിസർച്ച് നടത്തി. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ പ്രോട്ടീൻ പൗഡറിൻ്റെയും ഓഡിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓരോ ബ്രാൻഡിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് ലാബ് റിപ്പോർട്ട്സ് പഠിച്ചു. ഈ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കാൻ അവർ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കി. കഴിഞ്ഞ 3 മാസം കൊണ്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ള 90% പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സും വെറും വേസ്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ കണ്ടുപിടിച്ച ഒരു മാനുഫാക്ചർ അങ്ങനെയല്ല. ഇവർ എൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ള അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ മാനുഫാക്ചറിങ് ടെക്നിക്സ് പ്യുവറാണ്, ക്ലീനാണ്, ഫില്ലേഴ്സ് ആഡ് ചെയ്യുന്നില്ല. ഓരോ ബോട്ടിലും കൃത്യമായിട്ടും ഓരോ അമിനോ ആസിഡ്സ് എത്ര അടങ്ങിയിട്ടുണ്ടെന്നുള്ളതും കൃത്യമായിട്ടും ലേബിൾ ചെയ്യുന്നുമുണ്ട്. അമിനോ സ്പൈക്കിംഗ് ഇവർ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള പ്രോട്ടീൻ പൗഡറാണ് ഞാൻ എൻ്റെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് വിശ്വാസത്തോടെ വാങ്ങിക്കാൻ ഡോഫോഡി ടീം ഈ മാനുഫാക്ചറുമായി ഒരു പാർട്ട്ണർഷിപ്പിൽ ഇത്തരത്തിലുള്ള കുറച്ച് വേ പ്രോട്ടീൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജർമ്മൻ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നതും കൊളോൺ ലിസ്റ്റിൽ കയറിയിട്ടുള്ളതും ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്സ് കൃത്യമായി പാലിക്കുന്ന ഈ മാനുഫാക്ചറിൻ്റെ വേ പ്രോട്ടീൻ
ഇനി മുതൽ ഡോഫോഡിൻ്റെ സ്റ്റോറിലും ലഭിക്കുന്നതായിരിക്കും. ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ആദ്യത്തെ ബാച്ച് മാർച്ചിലെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. കൃത്യമായ ക്വാളിറ്റി കൺട്രോൾ നിലനിർത്താൻ ആദ്യത്തെ ബാച്ചിൽ വളരെ ചുരുങ്ങിയ ക്വാണ്ടിറ്റി മാത്രമേ ഡോഫോഡി സ്റ്റോർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ്. ഈ ചെറിയ സ്റ്റോക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡോഫോഡി വെബ്സൈറ്റിൽ ഒരു വെയിറ്റ് ലിസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ വെയിറ്റ് ലിസ്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോമിൽ സബ്മിറ്റ് ചെയ്യുക. ഡോഫോഡി സ്റ്റോർ ഓപ്പൺ ആവുന്ന അതേ സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത കോൺടാക്ട് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടാനുള്ള ഒരു വഴിയാണിത്. പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ മുമ്പേ ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി. ബൈ.